പ്രിന്റോ ഇപ്പോൾ ഇന്ന് ഈ മുന്നണിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, സമവായത്തെക്കുറിച്ച് പറയുന്നു. ഉലയാത്ത മുന്നണി എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഈ മുന്നണി ഉലയാതിരിക്കുക എന്നുള്ളത് എത്രത്തോളം ദുഷ്കരമാണ് എന്നുള്ളത് ഇപ്പോൾ ഈ കൂടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടികളുടെ നിലപാടും ബി ജെ പിയുടെ നിലപാടും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയം അങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ അഭിപ്രായ ഭിന്നതകൾ നിരവധിയുണ്ട്, വിപരീതമായ ദിശയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് തരത്തിലേക്കാകും? ഇത് ഉലയാത്ത മുന്നണിയായി ഇത് നിലനിർത്തുക എന്നുണ്ടെങ്കിൽ ചെറിയ പാടൊന്നും പെട്ടാൽ പോരാ ബി ജെ പിക്ക്. അല്ല, ഉലയാത്ത മുന്നണിയായിട്ട് തന്നെ NDA സഖ്യം 5 വർഷം പൂർത്തീകരിക്കും. 5 വർഷവും അതിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോ നേരത്തെ ഈ അനിൽ ബോസും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സജീവനൊക്കെ പറഞ്ഞതുപോലെ ഈ സർക്കാരിന്റെ പോളിസിയും അല്ലെങ്കിൽ ഒരു പ്രസംഗം, നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെ പ്രസംഗത്തെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ പറയരുത്. NDA സംബന്ധിച്ച് കൃത്യമായിട്ടൊരു പോളിസി അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിലാണ് 400 സീറ്റ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ NDA കുറിച്ച് പറഞ്ഞില്ല എന്നെങ്ങനെ പറയാം? നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് NDA 400 സീറ്റ് നേടുമെന്ന് തന്നെയാണ്. സ്വാഭാവികമായിട്ട് 242 സീറ്റ് ഞങ്ങൾ നേടിയിട്ടുണ്ട്. നോക്കണം, ഈ മുക്കൂട്ട് മുന്നണികളെ മുരട് മൂർഖൻ പാമ്പുകൾ ഒരുമിച്ച് നിന്നിട്ട് ഈ BJPയുടെ 240 താഴെ സീറ്റാണുള്ളത്. ഇന്ത്യ മഹാരാജ്യത്തിലെ 26ഓളം ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികൾ, വിവിധ സംഘടനകൾ, ആഗോളതലത്തിലുള്ള മുഴുവൻ ഓർഗനൈസേഷനുകൾ BJPക്കെതിരെ നിന്നിട്ട് പോലും 240 ഫിക്സഡ് സീറ്റ് ഞങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നാമത്തെ BJP സർക്കാർ രൂപീകരിക്കുന്ന സമയത്ത് 303 സീറ്റാണ് മുന്നണി സംവിധാനത്തിലുള്ളത്. ഇപ്പൊ സ്വതന്ത്രരടക്കം 305 സീറ്റിലേക്ക് BJP NDA സഖ്യം മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പുതിയ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി പുതിയ ഘടകകക്ഷികൾ വരും. അപ്പൊ ഞങ്ങളുമായിട്ട് സഹകരിക്കാവുന്ന ആളുകളെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ച് മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാക്കാൻ ഞങ്ങൾ നടത്തും. 400 കടക്കുമെന്ന് കേരളത്തിൽ ഉൾപ്പെടെ വന്ന് മോദി പറഞ്ഞിട്ട് പോയതാണ്. അതാണ് ഈ പറയുന്നത്, താങ്കൾ ഇപ്പൊ പറഞ്ഞ 305 മാറിയത്. കേരളത്തിൽ അത് അല്ല അനുജ, കേരളത്തിൽ ഞങ്ങൾ അത് പറഞ്ഞതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഉണ്ടായില്ലേ? കേരളത്തിൽ ഞങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നില്ലേ? കേരളത്തിൽ 2 അക്കം തികയ്ക്കുമെന്നാണല്ലോ അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞത്. പ്രിന്റു, നിങ്ങളിപ്പോ അല്ല, ഞാൻ ചോദിക്കട്ടെ, 2 അക്കം തികയ്ക്കുമെന്ന് കേരളത്തിൽ പറഞ്ഞിട്ട് പോയി. NDAയുടെ കാര്യമാണ് അദ്ദേഹം 400 എന്ന് പറഞ്ഞത്. അല്ല, വാദത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡബിൾ അക്കം ഒരു നമ്മൾ മുന്നോട്ട് വെക്കുന്നത്, ഞങ്ങൾ K. സുരേന്ദ്രൻ ആയിക്കോട്ടെ, ഞങ്ങൾ ഭരണം പിടിക്കും, അങ്ങനെയാണല്ലോ. 2 അക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പുച്ഛിച്ച് തള്ളി? കേരളത്തിൽ BJP അക്കൗണ്ട് നടക്കുമെന്ന് പല ചർച്ചകളിൽ നിങ്ങളടക്കം പുച്ഛിച്ച് തള്ളിയില്ലേ? ഞങ്ങൾ കേരളത്തിൽ അക്കൗണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അക്കൗണ്ട് തുറന്നു. ഇപ്പൊ ആറ്റിങ്ങലായിക്കോട്ടെ, നമ്മുടെ ആലപ്പുഴ ആയിക്കോട്ടെ, തിരുവനന്തപുരത്തായിക്കോട്ടെ, കേരളത്തിലെ ഭാവി കേരളത്തിന്റെ വിധി നിർണ്ണയിക്കാവുന്ന ഇലക്ഷൻ ആയിരുന്നു. 38 ലക്ഷമാണ് ഒരു പ്രസ്ഥാനത്തിന് വോട്ട് കിട്ടുന്നത്. അതോടെ 20ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തേക്ക് BJP വരുന്ന രീതിയിലേക്ക് ഞങ്ങൾ മാറുന്നു. ഇത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കിട്ടിയ ഉറപ്പ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. അല്ലെങ്കിൽ BJP എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രത്തിന് കിട്ടിയ വോട്ടാണ്, അതിനപ്പുറത്തേക്ക് യാതൊന്നും നിങ്ങൾ കരുതണ്ട. അതുകൊണ്ട് മുന്നണി സംവിധാനം വിപുലീകരിക്കും. കേരളത്തിനടക്കം പ്രത്യേകിച്ച് ഇനിയിപ്പോ ഒരു പക്ഷേ മോദിയുടെ ഗ്യാരണ്ടിക്ക് കിട്ടിയ ഉറപ്പാണെങ്കിൽ അത് ഏറ്റവും പ്രധാനമായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ എന്ത് സംഭവിച്ചു, ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ എന്ത് സംഭവിച്ചു, ഇനി വാരാണസിയിലെ ഭൂരിപക്ഷം കുറഞ്ഞു പോയത് മോദിയുടെ ഗ്യാരണ്ടിയിൽ ഇത്രയധികം പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയ്ക്ക് പതനം നേരിടേണ്ടി വരില്ലല്ലോ ശ്രീ പ്രിന്റു. അല്ല, അങ്ങനെയല്ലല്ലോ. ഉത്തർപ്രദേശിന്റെ ഒരു രാഷ്ട്രീയ സ്ഥിതികൾ മനസ്സിലാക്കണം. കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ബാങ്കുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കൃത്യമായ ഒരു വോട്ട് ബാങ്കുള്ള പ്രസ്ഥാനമാണ് സമാജ് പാർട്ടി. നിരവധിയാണ്. BJP കൂടുതൽ ഭരിച്ചിട്ടുള്ള സമാജ് പാർട്ടിയാണ്. ആ വോട്ടിംഗ് ഷെയർ ഒരുമിച്ച് വന്ന സമയത്ത് അതിനെ മറികടക്കാനുള്ള ശേഷിയിലേക്ക് BJPക്ക് വരാൻ സാധിച്ചില്ല, അത് സത്യമാണ്. എങ്കിൽ പോലും 33 സീറ്റ് ഞങ്ങൾ അവിടെ നേടിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ പോരാട്ടമാണ്. അതോടൊപ്പം നിങ്ങൾ ഒറീസയിലേക്ക് നോക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, വടക്കും കിഴക്കും തെക്കും പടിഞ്ഞാറും ഒരുപോലെ വിജയിച്ച ഒരേ പോലത്തെ പ്രസ്ഥാനം BJP ആണ്. നിങ്ങൾ ഒറീസ പോലത്തെ ഒരു കാലഘട്ടത്തിൽ ഒറീസയിൽ BJPയുടെ നില എന്തായിരുന്നു? ഇന്ന് ഒറീസ എന്ന് ഒരു ഭരണം പിടിച്ചു. അവിടെ ഏറ്റവും കൂടുതൽ MP മാരായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. അത് ബംഗാൾ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ സൗത്ത് ഇന്ത്യ, ഇപ്പൊ ഞാൻ ഈ അനിൽ ബോസുമായിട്ട് വലിയൊരു തർക്കം നടന്ന ഒരു ചർച്ചയില്ല. അതെന്ന് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, സൗത്ത് ഇന്ത്യയിൽ റിസൾട്ട് വരുന്ന സമയത്ത് ഏറ്റവും പ്രബലമായിട്ടുള്ള മുന്നണി BJP ആയിരിക്കും. നിങ്ങൾ നോക്കൂ, ഇന്ന് സൗത്ത് ഇന്ത്യയിൽ കർണാടക, ഈ അനിൽ ബോസ് വലിയ വ്യാഖ്യാനമൊക്കെ നടത്തിയിരുന്നു. BJPക്ക് അവിടെ 10ൽ തോടെ സീറ്റ് കിട്ടില്ല. കർണാടകത്തിൽ നിന്ന് സംഭവിച്ചു, നിങ്ങൾ തെലങ്കാനയിൽ നിന്ന് സംഭവിച്ചു, ആന്ധ്രയിൽ നിന്ന് സംഭവിച്ചു. അപ്പൊ സൗത്ത് ഇന്ത്യ BJP പിടിച്ചടക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. തമിഴ്നാടിലടക്കം 11 സ്ഥലത്ത് BJP 2ാം സ്ഥാനത്താണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കോ പ്രത്യയശാസ്ത്രത്തിനോ മോഡിയുടെ ഗ്യാരണ്ടിക്കോ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. UPക്കകത്ത് കുറച്ച് സീറ്റുകൾ കുറഞ്ഞതല്ലാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന മുന്നണി സംവിധാനം ഞങ്ങൾക്കുണ്ട്, അതിനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല, 5 വർഷം നല്ല രീതിയിൽ മുന്നണി. പിന്നെ ഒരു മുന്നണി സംവിധാനമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള ചില നയപരമായ പോളിസി ഉണ്ടാവും. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം യഥാർത്ഥത്തിൽ അതിന്റെ മറുപടിയിലേക്ക് താങ്കൾ വന്നില്ല. അതായത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇപ്പോൾ UCC ആകട്ടെ, അഗ്നിപഥ് ആകട്ടെ, സംവരണ
വരണം എന്നൊക്കെയുള്ളത്, ഇതിലൊക്കെ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്ന കക്ഷികളാണ് ഈ നിൽക്കുന്നത്. പ്രധാനപ്പെട്ട BJP-യുടെ നിലപാടൊന്ന്, JDU-യുടെയും TDP-യുടെയും നിലപാട് ഈ വിഷയങ്ങളിലൊക്കെ മറ്റൊന്നാണ്. അപ്പോൾ ഇത് ഏത് തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പ്രിന്റു. അതാണ് ഞാൻ ചോദിച്ചത്. ഈ മുന്നണി ഉലയാതെ നിൽക്കുക എന്നുള്ളത് ചെറിയ പാടൊന്നുമല്ല BJP-ക്ക് പെടേണ്ടി വരുന്നത്. അതിൽ അല്ല, ഞങ്ങൾ കോൺഗ്രസിനെ പോലെ 99 സീറ്റിലല്ല BJP നിൽക്കുന്നത്, 240 സീറ്റിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, കാശ്മീരിൽ നിങ്ങൾക്കറിയാലോ, കാശ്മീരിലെ PDP പ്രത്യയശാസ്ത്രപരമായി BJP-യുമായിട്ട് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റാത്ത പ്രസ്ഥാനമായിരുന്നു PDP. ആ PDP-യുമായി ബന്ധപ്പെട്ട അലയൻസ് ഉണ്ടാക്കിയിട്ട് കാശ്മീർ ഭരിക്കാനുള്ള നയചാതുര്യം കാണിച്ച പ്രസ്ഥാനമാണ് BJP. 5 വർഷം ഞങ്ങളവിടെ സർക്കാരിനെ അവിടെ പൂർത്തീകരിച്ചു, നിങ്ങളത് മനസ്സിലാക്കണം. അതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഒരു കാലഘട്ടത്തിൽ BJP-ക്ക് അപ്രഖ്യാപിതമായിട്ടുള്ള വിലക്കുകൾ ഉണ്ടായിരുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ മുഴുവൻ പ്രാദേശിക സംഘടനകളുമായിട്ട് സഖ്യമുണ്ടാക്കി ഇന്ന് പ്രബലമായ കക്ഷിയായിട്ട് അവിടെ BJP മാറിയിട്ടുണ്ട്. ഇപ്പൊ സൗത്ത് ഇന്ത്യ ആയിക്കോട്ടെ. അപ്പൊ സഖ്യ രൂപീകരണത്തിലും അതിന് നയപരമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾക്കുള്ള മെയ്വഴക്കമൊന്നും കോൺഗ്രസിനില്ല, അതിലൊരു സംശയം വേണ്ട. അതുകൊണ്ട് ഈ യൂണിഫോം സിവിൽ കോഡ്, അഗ്നിപഥ്, ഇതൊക്കെ നിങ്ങളുടെ എന്ത് നിലപാടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ? അതുമായി നിങ്ങൾ മുന്നോട്ട് പോകും? ഒരു സംശയം വേണ്ട. ഞങ്ങൾ പ്രത്യയശാസ്ത്രത്തിൽ വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയോ പ്രതിബദ്ധത ഇല്ലാതെ ഒരു തരത്തിൽ ഞങ്ങൾ മുന്നോട്ടില്ല. പ്രത്യയശാസ്ത്രത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഭരണം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രമല്ല, ജനതാ സർക്കാരിലും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ പ്രശ്നത്തിന് മേലാണ് ജനതാ സർക്കാരിൽ പിൻവാങ്ങിക്കൊണ്ട് BJP പ്രത്യയശാസ്ത്രമല്ല ഈ അഗ്നിപഥ് എന്നൊക്കെയുള്ളത്. നിങ്ങൾ ഇതിനോടകം നടപ്പാക്കുകയും വലിയ വിമർശനം ഏറ്റുവാങ്ങുകയും അതിന്റെയൊക്കെ കിട്ടിയ തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പിന്നാക്കം പോകേണ്ടി വന്നതെന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ കൂടി വന്നിട്ടുണ്ട്. അഗ്നിപഥിനൊക്കെ എതിരെയുള്ള വ്യാപക പ്രതിഷേധം താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. അതുപോലെ UCC ആകട്ടെ, ഈ വൺ നേഷൻ എന്നൊക്കെ പറയുന്നത്, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത രണ്ട് പ്രധാന പാർട്ടികൾ നെടും തൂണായി നിൽക്കുകയാണ്. ഇപ്പോ ഉലച്ചിൽ തട്ടാത്ത മോദി തന്നെ പറയുന്ന NDA-യിൽ. അല്ല, നിലപാടുകൾ എന്ന് പറഞ്ഞാൽ ഇരുമ്പുലൊക്കെ ഒന്നുമല്ലല്ലോ. ഇപ്പൊ നമ്മൾ കർഷക ബില്ല്, ഇപ്പൊ ഈ രാജ്യത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ കർഷക ബില്ല് കൊണ്ടുവന്നത്. ആ രാജ്യത്താകമാനം അതിനെതിരെ പ്രതിഷേധം ഉയർന്ന സമയത്ത് ഞങ്ങളത് പിൻവലിച്ചല്ലോ. അപ്പൊ നയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ വിട്ടുവീഴ്ചകൾ ഉണ്ടാകാം, ചില പോളിസികൾക്ക് അനുസരിച്ച് ചില വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞങ്ങൾ കർഷക ബില്ല് പിൻവലിച്ചല്ലോ. ഇവിടെ ഈ രാജ്യത്താകമാനം സത്യത്തിൽ ഈ രാജ്യത്തിലെ കർഷകർക്ക് ഏതെങ്കിലും രീതിയിൽ നേട്ടം ഉണ്ടാക്കണമെന്ന രീതിയിലാണ് കർഷക ബില്ല് കൊണ്ടുവന്നത്. അതിനെ തെറ്റിദ്ധരിച്ച് സമരമുണ്ടായ സമയത്ത് ആ സമയത്ത് കർഷക ബില്ല് പിൻവലിച്ച പ്രസ്ഥാനമാണ് BJP. അപ്പൊ അതുകൊണ്ട് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിനകത്ത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ചില വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ ടോക്ക് ചർച്ചയ്ക്കകത്ത് നിന്നുകൊണ്ട് നയപരമായ ചാതുര്യത്തോടു കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ BJP കാണുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളാരും അങ്ങനെ അതിനെ ഭയക്കേണ്ടതില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ND സർക്കാർ മുൾമുനയിലാണ്, അഗ്നിസ്ഫോടനത്തിലാണ്, ഏത് സമയം JD-യും അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രബാബു നായിഡു പിന്തുണ പിൻവലിക്കുമെന്നൊക്കെ പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിൽ കുറച്ചും കൂടി പക്വത ആർജിച്ചിട്ട് ചന്ദ്രബാബു നായിഡുവാണ്, നിതീഷ് കുമാറിനെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. പണ്ട് അവർ ആ സമയത്തൊക്കെ നമുക്ക് മമത ലളിത തുടങ്ങിയ സർക്കാർ രൂപീകരിക്കുന്ന സമയത്ത് അവരുടെ യൗവനാവസ്ഥയായിരുന്നു. ഇന്ന് നിതീഷ് കുമാറിന്റെ ഭീകരണപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ചിന്തയില്ല. നരേന്ദ്രമോദിയും ഒക്കെയുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ച് ഇവർ പോകുമ്പോഴും യൗവനാവസ്ഥയൊന്നും ആയിരുന്നില്ലല്ലോ. അല്ല, അത് മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി നിതീഷ് കുമാർ പിന്നീട് ഞങ്ങൾ കൂടെ വന്നല്ലോ, ചന്ദ്രബാബു നായിഡു വന്നല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ മിനിമവും മാക്സിമവും കണ്ടിട്ടാണ് ഞങ്ങളുടെ ഗെയിം പ്ലാൻ ചെയ്തത്. ഞങ്ങൾ മാക്സിമം 400 പറയുമ്പോൾ തന്നെ മിനിമം എങ്ങനെ ഉണ്ടാക്കാം എന്ന് കൂടി ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ചന്ദ്രബാബു നായിഡുവിനെയും ഈ നിതീഷ് കുമാറിനെയും സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നത്, പവൻകുമാറിനെ കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളെ പ്രത്യയശാസ്ത്രപരമായിട്ടോ സംഘടനാപരമായിട്ടോ ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയോ NDA എന്ന പ്രസ്ഥാനത്തെ ഇപ്പോഴും നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾ പഠിക്കണം, ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.